റബ്ബ് തന്ന സൗന്ദര്യം മറ്റുള്ള അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. അല്ലാഹ് തന്ന സൗന്ദര്യം മറക്കാനുള്ളതാണ് പർദ. പർദ ധരിച്ച് നടക്കുമ്പോ സരളികട്ടയിൽ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, പൂർണ്ണമായും ഹിജാബോടെ അതാ അങ്ങാടിയിൽ പോകുന്ന ഒരു പെണ്ണ്, ഇതുപോലെ തന്നെ പൂർണ്ണമായും ഒരു പർദ ധരിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മുഖം ഒരു അന്യ പുരുഷന് നോക്കൂല. ഒരു അന്യ പുരുഷനും നോക്കാൻ അവസരമുണ്ടാക്കൂല. പക്ഷേ നീ അതാ അങ്ങാടിയിൽ കാണുന്നു, അങ്ങാടിയിൽ വേറെ ഒരു പെണ്ണിനെ നീ കാണാണ്. അവള് മുഖം തുറന്നു വെച്ചിരിക്കുകയാണ്. അതെ, അവള് പേരിന് മാത്രം ഒരു ഹിജാബ് ഇട്ടിരിക്കുകയാണ്. അവൾ പൂർണ്ണമായും ശരീരം മറച്ചവളല്ലോ. എന്നാൽ പെണ്ണേ, അത് കണ്ടിട്ട് ഞാനും ഒന്ന് മുഖം തുറന്നു വെച്ച് നടന്നാൽ എന്ത്? ഒരിക്കലും ചിന്തിച്ചുകൂടാ. എന്തേ കാരണം? നിനക്ക് അല്ലാഹു തആല ഭാഗ്യം തന്നു പൂർണ്ണമായ ഹിജാബോടെ നടക്കാൻ. പർദ പൂർണ്ണമായും ധരിച്ച് നടന്ന പെണ്ണിലേക്ക് ഒരു അന്യ ചെറുപ്പക്കാരന് കണ്ണു തുറന്നു നോക്കൂലോ. അതാ ഈ അടുത്ത് ഞാനൊന്ന് വായിച്ചു. എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സഹോദരിമാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാ. നീ ഏത് ഡിഗ്രി കോളേജിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും പർദ മാറ്റിവെച്ച് പോകാൻ വകുപ്പില്ലോ. അത് നീ ഭൗതികമായ ഏത് പഠനം പഠിക്കാൻ പോവുകയാണെങ്കിലും നിന്റെ കോളേജിന്റെ ഉള്ളിൽ പർദ ധരിക്കാൻ കോളേജുകാര് സമ്മതിക്കുന്നില്ല എങ്കിൽ റബ്ബ് നിന്റെ മുന്നിൽ വരച്ച് കാണിച്ച നിയമം എന്താണെന്നറിയോ? ആ കോളേജിലുള്ള നിന്റെ പഠിത്തം അവസാനിപ്പിക്കണമെന്നല്ലാതെ അതിന്റെ പേരിൽ പർദ ഊരിയിട്ട് ബാഗിലെടുത്ത് വെച്ച് കോളേജിന്റെ അകത്തേക്ക് കടന്നു ചെല്ലോ ഒരു മുസ്ലിമത്തായ പെണ്ണിനും അല്ലാഹ് സമ്മതം കൊടുത്തിട്ടില്ലോ, ഇസ്ലാം അനുവദിച്ചിട്ടില്ലോ. നിന്റെ ഖൽബിൽ ഈ ചിന്ത വേണം.